സാറാമ്മ പാടിക്കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകും. കൊക്കുപോലുള്ള കണ്ഠവും മുട്ടിയ മൂക്കും അർദ്ധനിമീലിത നേത്രങ്ങൾ ആനച്ചുണ്ട് കണക്കിയ അധരങ്ങൾ മാനിനിമണി ദീനാമ്മയല്ലയോ. അവളുടെ അമ്മ വടിയുമെടുത്തുകൊണ്ട് പിറകെ ഓടും. ദീനാമ്മ ശോകാത്മകമായ ഒരു മന്ദഹാസത്തോടെ പറയും, അമ്മച്ചി, അവൾ പാടട്ടെ, അവൾ ആക്ഷേപിക്കട്ടെ. അവളുടെ കുറ്റമല്ല, എന്നോടുള്ള വിരോധവുമല്ല. എൻ്റെ മുഖം കണ്ടാൽ ആരും ആക്ഷേപിക്കും. സാറാമ്മ വിരൂപയല്ലെങ്കിലും സുന്ദരിയാണെന്ന് പറയുവാൻ നിവർത്തിയില്ല. പക്ഷേ ദീനാമ്മയുടെ സാന്നിധ്യത്തിൽ അവളൊരു ദേവാംഗനത തന്നെയാണ്. ജ്യേഷ്ഠത്തിയുടെ വൈരൂപ്യം അനുജത്തിയുടെ സൗന്ദര്യത്തെ വലുതാക്കി കാണിച്ചു. അതുപോലെ തന്നെ അനുജത്തിയുടെ സൗന്ദര്യം ജ്യേഷ്ഠത്തിയുടെ വൈരൂപ്യത്തെയും വർദ്ധിപ്പിച്ചു. ദീനാമ്മയ്ക്ക് എവിടെയും എപ്പോഴും ഒറ്റയ്ക്ക് പോകുവാൻ അനുവാദമുണ്ട്. അവളുടെ വൈരൂപ്യം യുവാക്കളുടെ ആക്രമണത്തിൽ നിന്ന് അവളെ രക്ഷിച്ചു കൊള്ളുമെന്ന് മാതാപിതാക്കൾക്ക് നിശ്ചയമുണ്ടായിരുന്നു. പക്ഷെ പഠിത്തം നിർത്തിയതിനു ശേഷം അവൾ പുറത്തെങ്ങും പോകാറില്ല. ഞായറാഴ്ച തോറും പള്ളിയിൽ മാത്രം പോകും. അവർ എവിടെ ചെന്നാലും അപഹസിക്കപ്പെടും. അവൾ എല്ലാവരാലും വെറുക്കപ്പെടും. അതിനാൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഏകാന്തമായി ജീവിക്കുവാൻ അവൾ എപ്പോഴും ആഗ്രഹിച്ചു. വിരൂപയായ ദീനാമ്മ സൗന്ദര്യത്തിൻ്റെ ആരാധികയായിരുന്നു. സൗന്ദര്യമില്ലാത്ത ആകൃതി, ലാളിത്യമില്ലാത്ത സ്വഭാവം, കവിതയില്ലാത്ത സംഭാഷണം, അതെല്ലാം അവൾക്ക് ദുസ്സഹമായിരുന്നു. എന്നാൽ അവളുടെ മുഖത്തിൻ്റെ വൈരൂപ്യത്തെപ്പറ്റി അവൾക്കു തന്നെ ബോധമുണ്ടായിരുന്നതുകൊണ്ട് അന്യരെ നിരൂപണം ചെയ്യുവാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അവളുടെ ഇളയപ്പൻ്റെ മകളായ അന്നക്കുട്ടിയെയും അയൽക്കാരിയായ തങ്കമ്മയെയും മാത്രം അവർക്ക് നീരസമുണ്ടാകാത്ത വിധത്തിൽ അവൾ നിരൂപണം ചെയ്യുമായിരുന്നു. അന്നക്കുട്ടിയോട് അവൾ പറയും, അന്നക്കുട്ടി, നിന്റെ മുടി അങ്ങനെയല്ല കെട്ടേണ്ടത്. ഇവിടെ വാ, ഞാൻ കെട്ടിത്തരാം. അവൾ അന്നക്കുട്ടിയുടെ മുടി ഭംഗിയായി ചീകി കെട്ടും. അതിൽ പൂക്കൾ അണിയും. എന്നിട്ട് പറയും, ഇങ്ങനെ മുടി കെട്ടുന്നതാണ് നിനക്ക് ഭംഗി. മുടി കെട്ടി പൂക്കൾ അണിയണം, ഭംഗിയായി നടക്കണം. തങ്കമ്മ വെളുത്ത ചട്ടയും ധരിച്ചു വരുമ്പോൾ ദീനാമ്മ പറയും, തങ്കമ്മേ, ഇളം പച്ച നിറത്തിലുള്ള ചട്ട ഇടണം, അതാണ് നിനക്ക് ചേരുന്നത്. തങ്കമ്മ ചോദിക്കും, നിറമുള്ള ചട്ട ഇടാമോ ദീനാമ്മേ? പിന്നെന്താ ഇട്ടാല്? നിനക്കതാണ് യോജിക്കുന്നത്. അത് നിന്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. ഓ, സൗന്ദര്യം, തങ്കമ്മ ഉദാസീനമായി പറയും. സൗന്ദര്യം ദൈവം തരുന്നതല്ലേ ദീനാമ്മേ? ദീനാമ്മയുടെ മുഖത്ത് ഒരു ശോകഛായ നിഴലിക്കും. അതെ, സൗന്ദര്യം ദൈവം തരുന്നത് തന്നെയാണ്. അതെല്ലാവർക്കും കിട്ടുകയില്ല. ദൈവം തരുന്ന സൗന്ദര്യത്തെ നാം കാത്തു സൂക്ഷിക്കണം. അതാണ് നമ്മുടെ കടമ. സൗന്ദര്യത്തെ ഹനിക്കുന്ന അന്ധവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നിയമങ്ങളെയും അവൾ ബഹുമാനിക്കുകയില്ല. മനുഷ്യരുടെ ആകൃതിയിലും പ്രകൃതിയിലും സൗന്ദര്യമുണ്ടായിരിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. സൗന്ദര്യ സമ്പൂർണമായ കലാമയമായ ഒരു ലോകത്തെ അവൾ ഭാവനയിൽ കണ്ടു. അവളുടെ മുറി കമനീയമായ ചിത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. ഒരു നല്ല ചിത്രമോ ശോഭയുള്ള ഒരു പുഷ്പമോ ദീനാമ്മയുടെ ഹൃദയത്തെ കവർന്നു കളയും. അവളുടെ കട്ടിലിൽ മലർന്നു കിടന്ന ചുമരിലുള്ള ചിത്രങ്ങളുടെ മോഹമായ കവിതയിൽ ലയിക്കുക എന്നത് അവളുടെ പതിവാണ്. വീട്ടിലെ പുരയിടത്തിൽ നിർബാധമായ ഒരു സ്ഥലത്ത് അവൾ ഒരു പൂന്തോട്ടം നിർമ്മിച്ചിട്ടുണ്ട്. ഏറ്റവും വിശേഷപ്പെട്ട ചെടികളും ലതകളും അവൾ ആ തോട്ടത്തിൽ നട്ടു വളർത്തിയിരുന്നു. അതിൻ്റെ മധ്യത്തിൽ അതിമനോഹരമായ ഒരു വള്ളിക്കുടിലും. അവൾ പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ആ വള്ളിക്കുടിലിരുന്ന് മൃദുവായി പാടുമായിരുന്നു. എല്ലാ പ്രഭാതത്തിലും ദീനാമ്മ കുളിക്കും. അതൊന്നും സാറാമ്മയ്ക്ക് ഇഷ്ടമില്ല. ഒരു ദിവസം ദീനാമ്മ കുളിയും കഴിഞ്ഞ് വരുമ്പോൾ സാറാമ്മ ഹാസ്യഭാവത്തിൽ ചോദിച്ചു, ദീന കൊച്ചമ്മേ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? ദീനാമ്മ അവളുടെ സഹജമായുള്ള ശോകമന്ദഹാസത്തോടെ ഉത്തരം പറഞ്ഞു, കാക്ക കുളിച്ചാൽ കൊക്കാകുകയില്ല, പക്ഷേ കാക്കയും കുളിക്കും. കുളിക്കാത്ത കൊക്കിനേക്കാൾ നല്ലത് കുളിക്കുന്ന കാക്കയല്ലേ. ഒരു ദിവസം ദീനാമ്മ അവളുടെ മുറിയിൽ ചിത്രങ്ങളെ നോക്കി ആനന്ദിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുകയായിരുന്നു. സാറാമ്മ സാവധാനത്തിൽ ആ മുറിയിൽ കയറി. ചിത്രത്തിൽ നോക്കിക്കൊണ്ട് അവൾ കുറേ നേരം അങ്ങനെ നിന്നു. രവിവർമ്മയുടെ ഹംസദമയന്തി എന്ന ചിത്രമായിരുന്നു അത്. സാറാമ്മ ആ ചിത്രത്തിൻ്റെ ഭംഗി കാണുവാനെന്ന മട്ടിൽ അത് ചുമരിൽ നിന്ന് കയ്യിലെടുത്തു. അവൾ സാവധാനം മേശയുടെ അരികിൽ ചെന്നിരുന്നു. ദീനാമ്മ കാണാതെ മേശയിൽ നിന്ന് ഫൗണ്ടൻ പേന എടുത്ത് ആ ചിത്രത്തിൽ വരയ്ക്കുവാൻ തുടങ്ങി. അതീവ സുന്ദരമായ ആ ചിത്രത്തിൻ്റെ പല ഭാഗങ്ങളിലും അവൾ മഷി പുരട്ടി. ദമയന്തിയുടെ നയനങ്ങളിൽ 2 തുള്ളി മഷി, മൂക്കത്ത് തടിച്ച ഒരു വര, അധരങ്ങളിൽ 5-6 തുള്ളി മഷി ഒഴിച്ച് വിരൽ കൊണ്ടൊരു തൂപ്പ്. സാറാമ്മ ചിത്രമെടുത്ത് ഉയർത്തിപ്പിടിച്ചു. അവൾ സംതൃപ്തയായി.
അവളുടെ ചിത്രനിർമ്മാണ പാടവത്തിൽ അവൾ അഭിമാനം കൊണ്ടു. ആ ചിത്രം ദീനാമ്മയുടെ നേരെ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ദേണ്ടേ, ഇപ്പോഴിത് ദീനാമ്മ കൊച്ചമ്മയെ പോലെ ഇരിക്കുന്നില്ലയോ? കൊലപാതകം. ദീനാമ്മ ഒന്ന് നടുങ്ങി. അയ്യോ! അവൾ പിടച്ചെഴുന്നേറ്റു. സാറാമ്മേ, നീ എന്ത് ദ്രോഹമാണ് ഈ കാണിച്ചത്? അവളുടെ കണ്ഠമിടറി. നീ സൗന്ദര്യത്തെ കുത്തിക്കൊന്നു. നീ വിരൂപയാണ്. സാറാമ്മ പൊട്ടിച്ചിരിച്ചു. കൊക്കു പോലുള്ള കണ്ഠവും ഒട്ടിയ മൂക്കും അർദ്ധനിമീലിത നേത്രങ്ങൾ, ആനച്ചുണ്ട് കണക്കിയ അധരങ്ങൾ, മാനിനി മണി ദീനാമയല്ലയോ? അങ്ങനെ പാടിക്കൊണ്ട് അവൾ ഓടിപ്പോയി. അപ്പുറത്ത് അവളുടെ സ്വരം ഇങ്ങനെ കേട്ടു, അമ്മച്ചി, ദേണ്ടേ, ഇതുപോലല്ലയോ ദീനാമ്മ കൊച്ചമ്മയുടെ മുഖം?